നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണെന്ത്? റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്റേഴ്സിൻ്റെയും ഒക്കെ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ സിമ്പിളായിട്ടുള്ളത് ഇപ്പം നീറ്റിനാണെങ്കിലും അതേമാതിരി JEE-ക്കാണെങ്കിലും അതേമാതിരി CUET, KEAM ഇതിനൊക്കെ എല്ലാ വർഷവും നിങ്ങൾക്ക് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് വരാം. അതിൽ സാധാരണ നമ്മളെ സീരീസ് പാരലൽ റൂൾസ് ഉപയോഗിച്ച് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ചില സമയത്ത് ഒരു കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്കുകൾ വരാറുണ്ട്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക് വരുമ്പോൾ നമ്മൾ നോർമൽ സീരീസ് പാരലൽ റൂൾസ് ഉപയോഗിച്ച് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ട്രിക്കി മെത്തേഡ്സ് ഉണ്ട്. അതൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്കുകൾ സോൾവ് ചെയ്യാൻ പറ്റും. അതിൽ സിമ്മെട്രി മെത്തേഡ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ചിലർക്കൊക്കെ, എങ്കിലും ഒന്ന് നമുക്ക് നോക്കാം. ആ സിമ്മെട്രി മെത്തേഡിൽ 3 സിമ്മെട്രിയാണ് ഉള്ളത്. ഒന്ന് പാത്ത് സിമ്മെട്രി, പിന്നെ മിറർ സിമ്മെട്രി, ഫോൾഡിംഗ് സിമ്മെട്രി. അപ്പോൾ പാത്ത് സിമ്മെട്രിയുടെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അതൊന്ന് നോക്കിയേക്കണം. പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മിറർ സിമ്മെട്രി ഉപയോഗിച്ചിട്ട് കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ്. ഒരു കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക് കാണുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ഇത് മിറർ സിമ്മെട്രി അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഞാനത് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താം. ശ്രദ്ധിച്ച് നോക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് ഏത് ക്വസ്റ്റ്യനിലും നമുക്ക് കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് വിത്തിൻ സെക്കൻഡിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും തെറ്റാതെ, കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കൂ, AB ഇങ്ങനെ ഈ 2 പോയിന്റുകൾക്കിടയിൽ റെസിസ്റ്റൻസ് നെറ്റ്വർക്ക് കൊടുത്തിരിക്കുക. ഇതിനകത്ത് ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നോർമൽ റൂൾസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. സീരീസ് ആണോ പാരലൽ ആണോ എന്നുള്ളത് നോർമൽ റൂൾസ് ഉപയോഗിച്ച് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ Aയുടെയും Bയുടെയും ഇടയിലാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക, ഇതിൽ ഈ രീതിയിൽ നമ്മൾ ഒരു സർക്യൂട്ട് കാണുമ്പോൾ മിറർ സിമ്മെട്രി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് മിറർ സിമ്മെട്രി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടെർമിനൽസ് Aൻ്റെയും Bൻ്റെയും ടെർമിനൽസ് ഇതാണ്, ടെർമിനൽ ആക്സിസ് ഇത് ഇങ്ങനെ ഉണ്ടാവും. ഇതിന് പെർപെൻഡിക്കുലറായിട്ട് നോക്കൂ, ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഡോട്ട് ലൈൻ ഞാൻ വരച്ചു. ഓക്കെ, ഇവിടെ ഞാനൊരു മിറർ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാലേ കറക്റ്റ് ഇമേജ് ആയി ലെഫ്റ്റ് സൈഡിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും റൈറ്റ് സൈഡ്. നോക്കൂ, കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാവും. ഈ റെസിസ്റ്റൻസ് എന്താവും, ഈക്വലായിട്ട് സ്പ്ലിറ്റ് ആവും. ഇത് R/2 ആവും, ഇത് R/2 ആവും. അതേമാതിരി ഇതും R/2 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ആവും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ കറക്റ്റ് മിറർ ഇമേജ് റൈറ്റ് സൈഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിൻ്റെ ഇടയിൽ ചില ഫേക്ക് ആയിട്ടുള്ള ജംഗ്ഷൻസ് ഉണ്ടാവും, സ്യൂഡോ ജംഗ്ഷൻസ്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നോക്കിക്കോളൂ. അപ്പോൾ ഈ ഫേക്ക് ജംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതി ഞാനൊന്ന് പരിചയപ്പെടുത്താം. നോക്കൂ, അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൻ്റെ കറക്റ്റ് മിറർ ഇമേജാണ് റൈറ്റ് സൈഡ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ നോക്കിയേ, ഇതാ ഇവിടെ I1 എന്ന് പറയുന്ന കറണ്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ തന്നെ നോക്കുക, കേട്ടോ. I1 എന്ന് പറയുന്ന കറണ്ട് ഇതിലൂടെ വരികയാണെങ്കിൽ ഇതിലൂടെ പോകുന്നതും I1 ആയിരിക്കും. കാരണം മിറർ ഇമേജ് ആയതുകൊണ്ട് ഇത് I1 ആണ്, ഇത് I1 ആയിരിക്കണം. ഇത് I2 ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും I2 ആയിരിക്കും, മിറർ ഇമേജാണ്. ഇത് I3 ആണെങ്കിൽ ഇത് I3 ആയിരിക്കും. ഇത് I4 ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും I4 ആയിരിക്കും. സിമിലർലി ഇത് I5 ആണെങ്കിൽ ഇത് I5 ആയിരിക്കും. ഓക്കെ, യെസ്. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാലേ നോക്കിക്കോളൂ, ഈ ജംഗ്ഷൻ ഫേക്കാണ്. ആ ജംഗ്ഷൻ ഇല്ലെങ്കിലും ഈ സർക്യൂട്ടിൽ സിമിലറായിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവും. കാണിക്കാം. ഈ I1 ഇവിടെ നിന്നെങ്കിലും ഫ്ലോ ചെയ്തു, ഇതിലൂടെ തന്നെ പോയി, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ജംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് തന്നെ, ഒരു ഡൗട്ടും ഇല്ല. പിന്നെ ഇതാ I2 ഇതിലൂടെ വന്നു, ഇതിലൂടെ പോയി. അപ്പോൾ ഈ ജംഗ്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, I2 വരും, I2 ഇതിലൂടെ പോകും. ഓക്കെ, നോക്കൂ, I3 ഇതിലൂടെ വന്നു, I3 പോയി, ഇതിലൂടെ പോയി, I3 ഇതിലൂടെ തന്നെ പോയി.
ദാറ്റ് ഈസ് I4 ഇതിലേ വന്നു, I4 ഇതിലേ പോയി. ദാറ്റ് മീൻസ് ഈ ജംഗ്ഷൻ ഇല്ലെങ്കിലും ഈ സർക്യൂട്ടിൽ കറണ്ടിൻ്റെ ഫ്ലോയിൽ ഒരു മാറ്റവും വരില്ല. അപ്പോൾ ഈ ജംഗ്ഷൻ എന്തായിരുന്നു? ഫേക്ക് ജംഗ്ഷനാണ്, സ്യൂഡോ ജംഗ്ഷനാണ്. ഇങ്ങനെ ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് വേണ്ട ചെയ്യാൻ. നോക്കൂ, ഇത് രണ്ടും സീരീസ് അല്ലേ, ഈ റെസിസ്റ്റർ രണ്ടും ഇതിൻ്റെ ഇടയിൽ ബ്രാഞ്ച് ഒന്നും ഇല്ലല്ലോ. ഇത് നമ്മുടെ മിററിൻ്റെ ഡോട്ട് ലൈനാണ്, മിറർ ഇമേജിൻ്റെ. അപ്പോൾ അത് ബ്രാഞ്ച് ഒന്നുമല്ല. അപ്പം ഞാനിനി കാണിക്കാം. നോക്കൂ, ഇത് രണ്ടും സീരീസ്, ആറും സീരീസ്, 2R. 2Rഉം Rഉം പാരലൽ. അപ്പോൾ എങ്ങനെയാണ്? 2R × R1 R2 ഡിവൈഡ് ബൈ R1 + R2 അല്ലേ? അപ്പോൾ 2R × R ഡിവൈഡ് ബൈ 2R + R. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ എഫക്റ്റീവ് എന്ത് കിട്ടും? 2R/3 എന്ന് കിട്ടും. 2R/3. ഓക്കെ, ഇത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 2R × R 2R² 3R എന്ന് കിട്ടും. 6 കട്ടായിട്ട് 2R/3. അതുപോലെ ഇതാ ഇവിടെ ഇതെന്ത് കിട്ടും? 2R/3. ഒരു ഡൗട്ടും ഇല്ല. ഇത് രണ്ടും സീരീസാണ്. അപ്പോൾ അത് രണ്ടും കൂടി സീരീസ് ആകുമ്പോൾ 2R കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് റീഡ്രോ ചെയ്ത് കാണിക്കാം. ഇത് A എന്ന് പറഞ്ഞ പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഈ R ഉണ്ട്, അത് ഞാൻ ആദ്യം കാണിക്കാം. ഇതാ ഇത് R, പിന്നെ ഈ ഒരു കോമ്പിനേഷൻ അതെത്രയാ? 2R/3. പിന്നെ ഈ R ഉണ്ട്, R B. ഓക്കെ, B എന്നുള്ള ജംഗ്ഷൻ. പിന്നെ ഈ മിഡിൽ കൂടെ ഈ Rഉം എന്താ? R + R സീരീസാണ്. 2R ഒറ്റ റെസിസ്റ്റൻസ് 2R. പിന്നെ ഇത് സിമിലറായിട്ട് നേരത്തെ പറഞ്ഞ R ഉം 2R/3 Rഉം സീരീസ്. അപ്പോൾ R ഇത് 2R/3, ഇത് R. ഓക്കെ, ഇനി നോക്കിക്കേ നിങ്ങൾ, ഈ Rഉം സീരീസ് ആണല്ലോ. അപ്പോൾ 2R, അപ്പോൾ 2Rഉം ഈ 2R/3 സീരീസ്. അപ്പോൾ എങ്ങനെയാണ് കിട്ടുക? 2R + 2R/3. അപ്പോൾ എന്ത് കിട്ടും? 3 × 2 6R + 2 8R. 8R/3 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഈ ഒരു കോമ്പിനേഷൻ ആൻസർ 8R/3. അപ്പോൾ ഇതും 8R/3. ഓക്കെ, അപ്പോൾ ഈ കോമ്പിനേഷൻ വീണ്ടും റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് A മേലൊറ്റ റെസിസ്റ്റൻസ് ആക്കി എഴുതാം. അതേതാ? 8R/3. മിഡിലിൽ ഒറ്റ റെസിസ്റ്റൻസ്, അതേതാ? 2R. ദെൻ ലാസ്റ്റ് അടിയിലും 8R/3. ഇനി നമ്മുടെ ഇക്വേഷൻ ഉപയോഗിക്കാം നമുക്ക്. എന്താ? 1/R ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 1/R1 + 1/R2 + 1/R3 ആണല്ലോ. അപ്പോൾ R1 R2 R3 ഇതിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/R എഫക്റ്റീവ് എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് അക്രോസ് AB ആണ്. അപ്പോൾ ഇത് 1/8R/3. അപ്പോൾ 3 മേലെ വരും. അപ്പോൾ 3/8R + 1/2R + 3/8R എന്ന് കിട്ടും. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് 8R അങ്ങ് LCM എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മുകളിൽ 3 + ഇവിടെ 4 കിട്ടും, ഇവിടെ 3 കിട്ടും. അപ്പോൾ എന്താ കിട്ടുക? 10 / 8R എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ 5/4R എന്ന് കിട്ടും. അപ്പോൾ റെസിസ്റ്റൻസ് അക്രോസ് AB എന്ന് പറയുന്നത് 4R/5. ദാറ്റ് ഈസ് ദി ആൻസർ, 4R/5. ഓക്കെ, അല്ലെങ്കിൽ അത് 0.8R എന്നും എഴുതാം. ഓക്കെ, മുകളിൽ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8R/10 എന്ന് കിട്ടും. അപ്പോൾ 0.8R. യെസ്, ഈ രീതിയിലാണ് ഈ കോംപ്ലക്സ് നെറ്റ്വർക്ക് സോൾവ് ചെയ്യുക. ഓക്കെ, ഈസി അല്ലേ? അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. വേറെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിൽ ഈ മിറർ സിമെട്രി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം.